നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. ഉയർച്ചകളും താഴ്ചകളും മാറി മാറി വരുന്ന ഒന്നാണ് മനുഷ്യാവസ്ഥ. എന്നാൽ ചില സമയങ്ങളിൽ ഗ്രഹനിലകളുടെ വിന്യാസവും സമയവും നമുക്ക് അനുകൂലമായി വരുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. വരാനിരിക്കുന്ന ഇടവമാസം, അതായത് ഇന്ന് ഇടവ സംക്രമമാണ്. നാളെ ഇടവം 1. ഈയൊരു ഇടവമാസം പിറക്കുന്നതോടുകൂടി ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുകൾ ഒഴിഞ്ഞ് സമ്പത്തും സന്തോഷവും തേടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇത് കേവലം ഒരു മാറ്റമല്ല, മറിച്ച് പ്രപഞ്ചം അവർക്ക് നൽകുന്ന രാജകീയമായ ഉയർച്ചയാണ്. അവരുടെ ഗ്രഹസ്ഥിതിയിൽ ഉണ്ടാകുന്ന അനുകൂലമായ ഭാവങ്ങൾ കാരണമാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇതവരുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി കൂടിയാണ്. നാളിതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഉൾപ്പെടുത്തിയത് ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ വഴിപാടുകൾ ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഉയർച്ച നൽകുന്നത്. ഇത് എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ചില ആളുകൾക്ക് ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുന്നത് നാം കാണാറുണ്ട്. ഭൂമിയില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർ, ഇവരെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ സ്വന്തമായി വീടും ഭൂമിയും എല്ലാം വാങ്ങി ഉയർച്ചകൾ കൈവരിക്കുന്നത് നാം കാണാറില്ലേ? ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവർക്ക് വേണ്ടുവോളം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടവമാസം ഇവർക്ക് അപ്രതീക്ഷിത ധനയോഗം, ഒരുപക്ഷെ ലോട്ടറി ഭാഗ്യത്തിലൂടെയോ അല്ലെങ്കിൽ സ്വന്തം പറമ്പിൽ നിന്ന് അമൂല്യമായ വസ്തുക്കൾ ലഭിക്കുകയോ ചെയ്യും. മഴയുള്ള സമയങ്ങളിലെല്ലാം വലിയ രീതിയിൽ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അമൂല്യമായ സ്വർണ്ണങ്ങൾ ഇവരുടെ ദൃഷ്ടിയിൽ പെടാൻ സാധ്യതയുണ്ട്. അത്രയേറെ സൗഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഇവർ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ, നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും അവസാനിക്കാൻ പോകുമ്പോൾ അതിനെ നിങ്ങൾ നെഗറ്റീവായി കാണരുത്. അതായത് ഇതെല്ലാം സംഭവിക്കില്ല, ഇതെല്ലാം വെറുതെയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പല ആളുകളും ഒരു ഘട്ടം കഴിയുമ്പോൾ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത എത്ര ആളുകൾ. വിദേശത്ത് നിന്ന് പോലും ലോട്ടറി സൗഭാഗ്യത്തിലൂടെ കോടികൾ ലഭിച്ച് ജീവിതം മാറിമറിയുന്ന എത്ര ആളുകൾ. ഈ പ്രപഞ്ചത്തിൽ നിത്യേന ഓരോ ആളുകളുടെ ജീവിതവും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്തതായി ഒന്നുമില്ല, എല്ലാം മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. ഇതെല്ലാം പ്രകൃതിയുടെ അനുഗ്രഹത്തോടൊപ്പം, പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കർമ്മഫലവും നിങ്ങളുടെ മനഃശുദ്ധിയും എല്ലാം ഒത്തുചേരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അസുലഭമായ നിമിഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തെ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുക. നിങ്ങളുടെ വഴിപാടുകളും പ്രാർത്ഥനകളും ഊർജ്ജസ്വലമാക്കുക. നിങ്ങൾ ഇടവമാസം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതായത് ഈ ഒരു മാസം നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിനും വഴിത്തിരിവിനും ഉള്ള ഒരു സമയമായതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതിലെല്ലാം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായി വീട്, ഭൂമി, വാഹനം, വിവാഹം എല്ലാം വന്നു ചേരുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മുന്നിട്ടിറങ്ങുക. നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജമാണ്. അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം, ചില ആഭിചാരം പോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ എത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ഐശ്വര്യപൂർണ്ണമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ പോലും നിങ്ങളത് നെഗറ്റീവായി കാണാൻ കാരണം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജമാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് ഇടവ സംക്രമത്തിലും ഇടവം 1-ാം തീയതി വെള്ളിയാഴ്ച നാളെയും ശക്തിയേറിയ പൂജകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്നതിന് സഹായിക്കും. ക്ഷേത്രദർശനം നടത്താൻ സാധിക്കാത്ത പല ആളുകളും നമുക്കിടയിലുണ്ട്. അതോടൊപ്പം ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലുമെല്ലാം ധാരാളം ഉണ്ടാകും. അത്തരം ആളുകളിലേക്കും ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. അവർക്ക് ഇന്നും നാളെയും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാലെല്ലാം അവർക്ക് നീങ്ങി അവരുടെ ജീവിതത്തിലേക്ക് സമാധാനവും സമ്പത്തും സന്തോഷവും തിരികെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം നിങ്ങളുടെ എന്നത്തെയും പോലെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിൽ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ഇടവമാസം നിങ്ങൾ മറന്നുപോകാൻ പാടില്ലാത്ത, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്കും താഴ്ചകൾക്കും എല്ലാം ഒപ്പം നിൽക്കുന്ന നിങ്ങളുടെ കുലദേവതയെ നിങ്ങൾ മറന്നുപോകാൻ പാടുള്ളതല്ല. നിങ്ങൾ ഈ ഇടവമാസം തീർച്ചയായും സാധ്യമാവുകയാണെങ്കിൽ നാളെ വെള്ളിയാഴ്ച തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത്
പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉയർച്ച താഴ്ചകൾക്കെല്ലാം കൂടെയുള്ള ആ ഒരു ശക്തി തന്നെ നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുമ്പോൾ ആ ഒരു ദേവതയെ നിങ്ങൾ മറന്നുപോകാൻ പാടുള്ളതല്ല. ഇനിയൊരു ഇടവമാസം അമൂല്യമായ വസ്തുക്കൾ ലഭിക്കുന്നതിലൂടെയോ ലോട്ടറി സൗഭാഗ്യത്തിലൂടെയോ രാജകീയമായ ജീവിതം നയിക്കാൻ പോകുന്ന അഭാഗ്യ നക്ഷത്രങ്ങൾ ഇന്ന് പുലർച്ചെ നമുക്ക് നമ്മുടെ പ്രശ്നത്തിൽ കാണാൻ സാധിച്ച ആദ്യത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഇടവമാസത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കാത്തിരിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തേത് പൂരുരുട്ടാതിയാണ്. ശാരീരികമായ അസ്വസ്ഥതകളും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയുന്നവർക്ക് ഇനി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം വളരെ വേഗത്തിൽ നടപ്പിലാക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി പൊന്നും പണവും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ജീവിതം മാറി മറിയും. താൽക്കാലിക ജോലിയിലിരിക്കുന്നവർ സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ മാറും. നിങ്ങൾ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമാണ്. ഇടവമാസം 1-ാം തീയതി തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ശുഭകരമായൊരു കാര്യത്തിന്, ഒരു വഴിത്തിരിവിന് കാരണമാവും. രണ്ടാമതായി നമ്മുടെ മുന്നിൽ നിന്ന് തെളിഞ്ഞു വന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രട്ടാതി. സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള സ്നേഹവും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. കുടുംബത്തിൽ കലഹങ്ങൾ മാറി ഐശ്വര്യം കടന്നു വരും. തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യകാലമാണിത്. നിങ്ങൾ വിഘ്നങ്ങൾ മാറാൻ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഇടവമാസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ധാരാളം വിഘ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മറികടന്ന് ഇത്തരം സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായി പൊന്നും പണവും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. രാജകീയമായ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. മൂന്നാമതായി ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് രേവതി. സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന രേവതി നക്ഷത്രക്കാർക്കിനി ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ ഭാഗ്യം തെളിയും. സമാധാനപൂർണമായ അന്തരീക്ഷം സംജാതമാകും. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഈ ഒരു ഇടവമാസം നിങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഒരു കേൾവിക്കാരായിരുന്ന് കേട്ടുകൊണ്ട് തള്ളിക്കളയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നാലാമതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ കാലം വലിയ ആശ്വാസം നൽകും. നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്ന ശത്രുക്കൾ നിഷ്പ്രഭമാകും. പിതൃസ്വത്തിൽ നിന്നോ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളിൽ നിന്നോ അപ്രതീക്ഷിതമായി കൈകളിലേക്ക് ധാരാളം ധനം വന്നു ചേരും. വീട് പണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തടസ്സങ്ങൾ മാറി നിർമ്മാണം പുരോഗമിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങൾ തീർച്ചയായും ഇടവമാസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം അത്തരത്തിൽ ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടെ മുൻതൂക്കം നൽകുക. ഇത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വലിയ കാരണമാവും. അതൊരു മുതൽക്കൂട്ടാണ്. ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെയാണ് നാം അത്തരത്തിൽ പറയുന്നത്. അഞ്ചാമതായി ഇന്ന് നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിച്ചത് പൂരാടം നക്ഷത്രമാണ്. കർമ്മമേഖലയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണിത്. തൊഴിൽ അഭിവൃദ്ധി, സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ തേടിയെത്തും. തൊഴിൽ തടസ്സങ്ങൾ നീങ്ങി സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവും. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായൊരു കാലഘട്ടമാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നാം ഇവിടെ പരാമർശിച്ചതും പരാമർശിക്കാൻ പോകുന്നതുമായ എല്ലാ നക്ഷത്രക്കാരും ഈ ഇടവമാസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം. അവിടെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി ആറാമതായി ഭാഗ്യത്തിൻ്റെ തേരിലേറി ജീവിത വിജയം കൈവരിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രാടം. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണിത്. ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് ഗുണകരമാവും. ജാതകം പരിശോധിക്കേണ്ട കാലഘട്ടമാണ്. ദശകാലത്തിന് അനുസൃതമായ വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് കൂടെ ഒരു ശ്രദ്ധ നൽകണം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും കൈക്കുമ്പിൾ എത്തിയ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി ഏഴാമതായി വരുന്നത് പുണർദ നക്ഷത്രക്കാരാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു രാജയോഗം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കോടീശ്വര യോഗം വരെ നിങ്ങളുടെ ജാതകത്തിൽ തെളിയുന്നു. ലോട്ടറി ഭാഗ്യവും സാമ്പത്തികമായ കുതിച്ചുചാട്ടവും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന സൗഭാഗ്യമുണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് പൊന്നും പണവും വന്നു ചേരും. അമൂല്യ വസ്തുക്കൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയും. ഇതെല്ലാം നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാണ്. കാലങ്ങളായി ഭഗവാനോട് പറയുന്നതെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു പരീക്ഷണ
കാലഘട്ടത്തിന് ശേഷം അത്ഭുതങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമായതിനാൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്ത് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. 9-ാമതായി, ഈ ഒരു ഇടവമാസം ഭാഗ്യത്തേരിലേറാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ച ആ ഒരു നക്ഷത്രം ആയില്യമാണ്. നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും അന്ത്യമുണ്ടാകും. ക്ലേശങ്ങളും ദുഃഖങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ഈ അനുകൂല സാഹചര്യങ്ങളിൽ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അമൂല്യമായ വസ്തുക്കൾ ലഭിക്കുന്നതിലൂടെയോ ലോട്ടറി സൗഭാഗ്യത്തിലൂടെയോ ധാരാളം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ഇത് ദാനധർമ്മങ്ങൾക്ക് കൂടെ വിനിയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, നക്ഷത്രങ്ങളെല്ലാം തന്നെ എപ്പോഴും നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ഈ പരാമർശിച്ച നക്ഷത്രക്കാർക്ക് ഇടവമാസം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെങ്കിലും ഈശ്വര വിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ആ ഫലം പൂർണ്ണമായി എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാം പരാമർശിച്ച ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയാണ് ജീവിതത്തിൽ വെളിച്ചമായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി ധ്യാനിക്കുക. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും സ്വാഭാവികമാണ്. എന്നാൽ താഴ്ചകളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തിക്കുന്നത് അദൃശ്യമായ ഭഗവാന്റെ കരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം മുന്നോട്ട് പോവുക. ഈശ്വരൻ്റെ ചൈതന്യവും കടാക്ഷവും നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.